യുദ്ധത്തിൽ തകർന്നടിയുന്ന നഗരങ്ങൾ, നരകയാതന അനുഭവിക്കുന്ന സമൂഹം, അനാഥത്വത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന കുരുന്നുകൾ, യുദ്ധത്തിൻ്റെ കെടുതികൾ എന്നും ഭയാനകമാണ്. തിന്മ നന്മയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച് വിജയക്കൊടി നാട്ടുമ്പോൾ നശ്വരമായ തിന്മയുടെ വിജയത്തിൽ അടിപതറുന്ന ഒരുപറ്റം ജനങ്ങൾ. അവിടെ തിന്മയെ അതിജീവിക്കാൻ നന്മയുടെ പ്രകാശവുമായി, പ്രത്യാശയുടെ പ്രതീകവുമായി കടന്നുവരുന്ന ദൈവപുത്രൻ. എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. യുദ്ധവും അശാന്തിയും നിറഞ്ഞ ഈ ലോകത്തിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. സമാധാനവും സന്തോഷവും ശാന്തിയും നിറഞ്ഞ ലോകത്തേക്ക് ഞാൻ നിങ്ങളെ എത്തിക്കും. വിശ്വാസത്തിൽ ഉറച്ച് പ്രത്യാശയോടെ ദൃഢനിശ്ചയത്തോടെ നല്ലൊരു നാളേക്കായി ഞാൻ നിങ്ങളെ ഒരുക്കും. തിന്മ നിറഞ്ഞ ഈ ലോകത്തെ വിജയിക്കാൻ നന്മയുടെ പ്രത്യാശയുടെ പ്രതീകവുമായി വരൂ, നമുക്ക് മുന്നോട്ട് പോകാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊറുകമാളോരെ. അവൻ അണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്കു നല്ലൊരു സമരിയക്കാരൻ വിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊറുകമാളോരെ. അവൻ അണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്കു നല്ലൊരു സമരിയക്കാരൻ വിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനി